ഗായ്സ്, അപ്പൊ ഇന്ന് ഡേ 2. ഞങ്ങൾ ഇന്ന് പോകാൻ പോകുന്നത് ബാക്കൂലുള്ള ബുസ്താൻ അപ്ഷറൂൺ എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ്. ഗെറ്റ് യുവർ ഗൈഡ് എന്ന ആപ്പ് വഴിയാണ് ഞങ്ങൾ ഈ ലോക്കൽ ട്രിപ്പ് ബുക്ക് ചെയ്തത്. ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമുക്ക് ടൈമും ലൊക്കേഷനും മാറ്റി തരും. ഇന്നത്തെ ട്രിപ്പ് വരുന്നത് 7:30 to 5 വരെയാണ്. അപ്പൊ ഇന്നത്തെ ഫുൾ ഐറ്റിനറി ഈ വീഡിയോയിൽ ഉണ്ടാവും. സ്റ്റേ ചെയ്തതിന്റെ അടുത്ത് തന്നെ നമുക്ക് ലൊക്കേഷൻ കിട്ടിയത്. 7:30 ആയപ്പോൾ കറക്റ്റ് ലൊക്കേഷനിലെത്തി. പോകുന്ന വഴിക്ക് നമുക്ക് ഇതേപോലത്തെ കുറെ കാറ്റുകളെയും അതിന്റെ കേജും കാണാം. അസർബൈജാനിലുള്ള മിക്ക ആളുകളും കേരളാവേഴ്സ് ആണെന്ന് തോന്നുന്നു. ഞങ്ങൾ പോകുമ്പോൾ അതുപോലെ നോ എൻട്രി ഫോർ ഡോഗ് എന്നും കണ്ടിരുന്നു. ഇങ്ങനെ ഗ്രൂപ്പായി ട്രാവൽ ചെയ്യാൻ എനിക്ക് നല്ല ഇഷ്ടമാണ്. ഇങ്ങനെ ഞങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് കുറെ ആൾക്കാരെ മീറ്റ് ചെയ്യാം, കുറെ കഥകൾ അറിയാം, അവരുടെ കൂടെ കളിക്കാം. പിന്നെ ഞങ്ങൾക്ക് പുതിയ ആൾക്കാരെ പരിചയവും പെടാം. ഇന്ന് പോയ ട്രാവലിലും മൊറോക്കോയിലുള്ള ഒരാളിനെ പരിചയപ്പെട്ടിരുന്നു. അങ്ങനെ അവർ പോകുമ്പോൾ മൊറോക്കോ കോഴിൻ തന്നിരുന്നു. പിന്നെ ഞാൻ പോർച്ചുഗീസിലുള്ള ഒരാളിനെയും പരിചയപ്പെട്ടിരുന്നു. യാത്ര കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഇന്ന് ഞങ്ങൾ കാണില്ലല്ലോ എന്ന് പറഞ്ഞ് കുറച്ച് മിഠായും വാങ്ങിത്തന്നു. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് പോയത് ഈ കാണുന്ന മോസ്കിലാണ്. ഈ പള്ളിയിലത്തെ കാഴ്ചകളൊക്കെ കണ്ട് അടുത്ത ഡെസ്റ്റിനേഷനിലോട്ടാണ് പോകുന്നത്. ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള ഡെസ്റ്റിനേഷൻ ആണ് കേട്ടോ. അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് മഡ് വോൾക്കാനോ കാണാൻ പോകുന്നത്. മഡ് വോൾക്കാനോ എന്ന് വെച്ചാൽ മണ്ണൊടുത്തോട്ടേക്ക് വരുന്ന വോൾക്കാനോ. ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയപ്പോ മോനെ മഡ് തന്നെ പോപ്പായിക്കൊണ്ടിരിക്കായിരുന്നു. അങ്ങനെ ഒരു പോയിന്റ് ഞങ്ങൾ അങ്ങനെ ഇറങ്ങിയിട്ട് ഇനി അങ്ങോട്ട് 30 minutes ഓഫ് റോഡാണ്. ഈ കണ്ണ കാറിലാണ് പോകേണ്ടത്. അതൊരു അടിപൊളി ഓഫ് റോഡായിരുന്നു. ഞങ്ങൾ വണ്ടി നോടുമ്പോൾ ചാടി അവിടെ എത്തിയത്. അസർബൈജാനിലെ മഡ് വോൾക്കാനോ ക്യാപിറ്റൽ ഓഫ് മഡ് വോൾക്കാനോ എന്നാണ് അറിയപ്പെടുന്നത്. ഭൂമിയിലാകെ ഏകദേശം 1000 മഡ് വോൾക്കാനോസ് ആണ് ഉള്ളത്. അതിൽ 400 വോൾക്കാനോസും ഉള്ളത് അസർബൈജാനിൽ എന്നാണ് പറയപ്പെടുന്നത്. ഞങ്ങൾക്ക് മഡ് വോൾക്കാനോട് അവിടെ എത്തിക്കഴിഞ്ഞാൽ ചെറിയ മഡ് വോൾക്കാനോട് കുന്നുകളൊക്കെ അതിൽ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ മഡ് പോപ്പൊന്ന് കാണാം. പിന്നെ നമുക്ക് അവിടെ മഡ് വോൾക്കാനോ ടച്ച് ചെയ്യാനും പറ്റും. അസർബൈജാനിൽ ഭൂമിക്കടിയിൽ മീഥേൻ ഗ്യാസ് ഉള്ളത് കൊണ്ട് ചെറിയ സ്പാർക്ക് വന്നാൽ അപ്പൊ തന്നെ ഫയർ വരുന്നത് കാണാം. ഈ മഡിനെ ഞങ്ങൾ കാണുമ്പോൾ നല്ല ചൂടാണെന്ന് തോന്നും, പക്ഷെ ഇതിന് നല്ല തണുപ്പാണ്. അങ്ങനെ ഞങ്ങൾ മഡ് വോൾക്കാനോളത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഫയർ മൗണ്ടൻ അങ്ങോട്ടാണ് അടുത്ത യാത്ര. ഈ കണ്ണ ഫയർ മൗണ്ടൻ 24 hours ഇത് കത്തിക്കൊണ്ടിരിക്കുന്നാണ് അവർ പറഞ്ഞത്. ഇവിടെ എത്ര തണുപ്പെന്നാലും സ്നോ വന്നാലും ഈ ഫയർ കെട്ടുപോകില്ല എന്നാണ് ഇവർ പറയുന്നത്. അസർബൈജാനിലെ ഭൂമിക്കടിയിൽ മീഥേൻ ഗ്യാസ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ ഫയർ മൗണ്ടനൊക്കെ കാണാൻ പറ്റുന്നത്. ഈ തണുപ്പത്ത് ഈ ചൂടത്ത് നിൽക്കാൻ നല്ല രസമായിരുന്നു. എന്നാണ് ഈ ഫയർ മൗണ്ടന്റെ പേര്. അതിന്റെ മലയാളം പർവ്വതം എന്നാണ്. 1000 വർഷങ്ങൾ മുമ്പ് തൊട്ട് ഇത്രയും വർഷം വരെ ഇത് കത്തിക്കൊണ്ട് ഇരിക്കുകയാണെന്നാണ് അറിയപ്പെടുന്നത്. ഇന്നത്തെ ദിവസം ഒരുപാട് സ്ഥലത്തിൽ ഞങ്ങൾ വിസിറ്റ് ചെയ്തിരുന്നു. അപ്പൊ ഞാൻ ഇതിന്റെ ബാക്കി വീഡിയോ അടുത്ത പാർട്ടിൽ ഇടാം. അപ്പൊ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.